സിവിൽ സർവീസ് പ്രിപ്പറേഷന്റെ സമയത്ത് ശരിക്കും NCERTs വായിക്കേണ്ട ആവശ്യമുണ്ടോ? ഹായ്, ഐ എം അർജുന ശങ്കർ ആൻഡ് വെൽക്കം ടു IAS ബേസിക്സ്. ശരിക്കും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പലരും പറയാറുണ്ട് 6 to 10 NCERT വായിക്കണം. ചിലർ പറയും ഇതൊന്നും വായിക്കേണ്ട ആവശ്യമില്ല, 11th and 12th ഒക്കെ വായിച്ചാൽ മതി, ഇനി അതും വായിക്കേണ്ട, സ്റ്റാൻഡേർഡ് ബുക്സ് മാത്രം വായിച്ചാൽ മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കുക, ഇതെല്ലാം പലരുടെയും പെർസ്പെക്റ്റീവ്സ് ആണ്. നിങ്ങൾക്ക് ഏതാണ് വർക്ക്ഔട്ട് ആവുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 6 to 10 NCERT എടുത്തിട്ട് 5-6 മാസം പഠിക്കുന്ന ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിൽ ഇപ്പോൾ എക്കണോമി എടുത്ത് പഠിക്കുകയാണ്, നിങ്ങൾക്ക് എക്കണോമിയെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല, അല്ലെങ്കിൽ ജോഗ്രഫി എനിക്ക് പണ്ട് തൊട്ടേ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് ബേസിക്സ് ബിൽഡ് ചെയ്യാൻ ഡെഫിനറ്റ്ലി NCERT വളരെ ഹെൽപ്ഫുള്ളാണ്. ആൻഡ് നമ്മൾ ഡെഫിനറ്റ്ലി NCERT 6 to 10 വരെയുള്ള സബ്ജക്റ്റുകൾ, ഇപ്പോൾ ജോഗ്രഫി ആണെങ്കിലും 6th standard 7th സ്റ്റാൻഡേർഡിലുള്ള ജോഗ്രഫിയിലുള്ള പല കാര്യങ്ങളും 11th and 12th ഇല്ല. അപ്പോൾ സബ്ജക്റ്റിനെ എത്രത്തോളം ബേസിക്സ് പഠിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ബുക്കാണ് NCERT. അല്ലാതെ ഈ ബുക്ക് എടുത്തിട്ട് മാസങ്ങളോളം ഇത് പഠിക്കാൻ പറയുന്നില്ല. വളരെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് ബേസ് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ബുക്സ് ആണ്. അത് ഒരു ബേസും ഇല്ലാതെ വരുന്ന ഒരാളാണെങ്കിൽ NCERT വായിച്ച് തുടങ്ങുകയാണെങ്കിൽ വളരെ ക്വിക്കായിട്ട് നിങ്ങൾ ആ ബേസിക് ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റാൻഡേർഡ് ബുക്സും 11th and 12th NCERTs ഒക്കെ വായിക്കുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നും. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ബേസിക്സ്, then definitely go for NCERTs.